കോട്ടയം വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ 23-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഗോകുൽ രബീസ് നൽകും വിവരങ്ങൾ. ഗോകുൽ, ഇനിയും ഒരാളെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ പറയാം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. കാട്ടിക്കുന്നിൽ നിന്നും പാണാവള്ളിയിലേക്ക് സഞ്ചരിച്ച 23 അംഗം സഞ്ചരിച്ചിരുന്ന വള്ളമാണ് മറിയുകയുണ്ടായത്. കാട്ടിക്കുന്നിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ പാണാവള്ളിയിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സംഘം. പക്ഷേ ഈ മുറിഞ്ഞപുഴ എന്ന ഭാഗത്തെത്തിയപ്പോൾ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാവുകയും കായലിൽ ഓളം വർദ്ധിക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഈ അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ അപകടമുണ്ടായ സമയം തന്നെ സമീപത്തുണ്ടായിരുന്ന വീട്ടിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ കായലിൽ കക്ക വാരിക്കൊണ്ടിരുന്ന മറ്റു വഞ്ചിക്കാരുമൊക്കെ എത്തിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ 22 ആളുകളെയും രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ വെള്ളത്തിലുണ്ടായിരുന്ന പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന സുമേഷിനെ കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. സുമേഷിനെ വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്ന് വൈകുന്നേരം മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും പോലീസിന്റെയും അടക്കം നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മൂവാറ്റുപുഴയാറ് വേമ്പനാട്ട് കായലിൽ ചേരുന്ന ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കായലിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ആയിരുന്നു. അതൊക്കെ തന്നെ അപകടത്തിന് കാരണമായതാവാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ട്. എന്തായാലും 22 പേരുടെ ജീവൻ രക്ഷിക്കാനായത് വലിയ ദുരന്തം ഒഴിവാക്കാൻ അതുമൂലം സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒപ്പം ഇവരെ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പിന്നീട് വൈക്കത്തെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റി ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വൈക്കം MLA CK ആശയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സുമേഷിനെ കണ്ടെത്താൻ സാധിക്കാത്തത് മാത്രമാണ് ഒരു ദുഃഖവാർത്തയായിട്ട് അവശേഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്ന് രാത്രി വൈകിയും നടത്തുമെന്ന് തന്നെ ഈ കേരള പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള തെരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വൈക്കത്ത് നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.